നാളെയും ഈ ശക്തമായ മഴയും അതുപോലെ തന്നെ ഈ പുഴയുടെ അടിയൊഴുക്കും നാളെയും വളരെ രൂക്ഷമാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും അധികൃതർ നോക്കിയിട്ടുണ്ടോ? ദിവസങ്ങളിൽ ഇവിടെയുണ്ട്. ഇന്ന് പൊതുവെ നോക്കുമ്പോൾ മഴ കുറവായിരുന്നു. ചില സമയങ്ങളിൽ ഇടവിട്ട് ശക്തമായ മഴയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നലത്തേതിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മഴ കുറവായിരുന്നു. എങ്കിൽ കൂടിയും പലപ്പോഴും മഴ എത്തുന്നത് ഈ ദൗത്യത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മഴ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. നാളെയും മഴയുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. ആ മഴയെ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് തന്നെയാണ് ശ്രമം നടത്തുന്നത്. ഏതായാലും ഈ ഒഴുക്ക് നിയന്ത്രിച്ച് നിർത്താൻ ആവശ്യമായിട്ടുള്ള ചില സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പാടാക്കും എന്നും കൂടി രാവിലെ വിവരമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിന്റെ പുരോഗതി എന്താണെന്ന് അറിയില്ല. അതും കലക്ടർ മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ എന്നും കൂടി ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒഴുക്ക് ഗംഗാവാലി നദിയിൽ കുറഞ്ഞിട്ടില്ല. ചില സമയങ്ങളിൽ ഈ അടിയൊഴുക്ക് അല്പം കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പിന്നീട് മഴ പെയ്യുമ്പോൾ വീണ്ടും ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഉള്ളത്. നേവിയുടെ ഈ പരിശോധനാ വിഭാഗം പലതവണയായി നദിയുടെ ഉപരിതലത്തിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഒഴുക്കിന്റെ വേഗത പരിശോധിക്കാനായിട്ടുള്ള പരിശോധനകളെല്ലാം നടന്നിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്കൂബ ഡൈവേഴ്സ് എല്ലാം പറഞ്ഞത് ശക്തമായ അടിയൊഴുക്കാണ്, സ്കൂബ ഡൈവിങ്ങിന് സാധിക്കാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ്. ഡീപ്പ് ഡൈവിംഗ് ചെയ്തു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒഴുകി പുഴയുടെ താഴെ ഭാഗത്ത് 20 മീറ്ററോളം താഴെ എത്തുന്ന അവസ്ഥയാണുള്ളത്. അത്രയും ശക്തമാണ് എന്ന് ഈ ഒഴുക്ക് എന്ന് പറഞ്ഞിരുന്നു. അത് ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അത് തരണം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ മുങ്ങി ഈ ഭാഗത്തെത്തി പരിശോധന നടത്തണമെങ്കിൽ കൃത്യമായ ഒരു ലൊക്കേഷൻ, അതായത് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് ഈ തിരച്ചിൽ ഈ സ്കൂബ ഡൈവേഴ്സിന് ഉൾപ്പെടെ തിരച്ചിൽ നടത്തുന്നതിനുള്ള ചില പ്രയാസങ്ങളുണ്ട് ഒഴുക്ക് കാരണം. പക്ഷെ ഒരു കൃത്യമായ ക്യാബിൻ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ലളിതമാകും. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഇപ്പോൾ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.